Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members, it is my honor and privilege to address this august body of representatives of the people of Kerala, marking the beginning of the 10th session of the 15th Kerala Legislative Assembly. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. National anthem. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ വായിച്ചു തീർത്തിരിക്കുന്നു. അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചത് ഗവർണർ നിയമസഭയിൽ നിന്നും മടങ്ങുന്നു. നേരത്തെ ഏത് രീതിയിലായിരിക്കും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക, ഉള്ളടക്കം എങ്ങനെ വായിക്കും എന്നതിലൊക്കെ ആകാംക്ഷയുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ കൃത്യമായ വിവരം ലഭിക്കുന്നു. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റിൽ മാത്രം വായിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. അവസാന പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രമാണ് നിയമസഭയിൽ വായിച്ചിരിക്കുന്നത്. അതിനുശേഷം ഗവർണർ ഇതാ ഇപ്പോൾ നിയമസഭയിൽ നിന്ന് മടങ്ങുന്നു. ഗവർണർ നിയമസഭയ്ക്ക് പുറത്തേക്ക് പോവുകയാണ്. സ്പീക്കർ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. നേരത്തെ ഗവർണർ നിയമസഭയിലേക്ക് വന്നപ്പോഴും മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോഴും അതൊരു ഊഷ്മളമായ സ്വീകരണമായിരുന്നില്ല. ബൊക്കെ നൽകി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പരസ്പരം മുഖത്ത് നോക്കാതെ ഗവർണർ നിയമസഭയ്ക്കുള്ളിലേക്ക് വരുന്നു. നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു തുടങ്ങുന്നു. ദേശീയഗാനത്തിന് ശേഷം നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ വായിച്ചത്.